ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇത് കൂവ കേട്ടോ. കൂവ ഞാൻ നട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ മേലത്തെ പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു. അന്ന് കുറേയൊക്കെ തോനെ ഉണ്ടായിരുന്നു കേട്ടോ. പൊടിയൊക്കെ വിറ്റും. ഈ പ്രാവശ്യം വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ കുറച്ചുണ്ടാക്കിയത് കുറച്ച് പെരിച്ചായും തിന്ന് പോയി. അവർക്കും വിശപ്പൊക്കെ എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പോൾ അവർ കഴിച്ചതിൻ്റെ ബാക്കിയാണ് നമുക്ക് കിട്ടിയത്. 1.5 കിലോ ഉണ്ടാവും കഷ്ടി. 1.5 തന്നെ ഉണ്ടോയെന്നറിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ അത് അടിച്ചെടുക്കുക. ഇനി അത് അടിച്ചെടുത്താൽ നമുക്ക് അത് അതിൻ്റെ പൊടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ചെമ്പട്ടിയിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിൽ തോർത്തുമുണ്ട് നമ്മളൊന്ന് 4 പുറം അതിൻ്റെ തോർത്തുമുണ്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കണം. അങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് ആ മുങ്ങിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ചിച്ചെ ഈ അരച്ചെടുത്ത കൂവ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെന്താ അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ ആ വെള്ളത്തിൽ ഇളകിയിട്ട് നമുക്ക് ചണ്ടി മാത്രമായി കിട്ടും. അങ്ങനെ ആ ചണ്ടി മാത്രം ആകുമ്പോൾ നമ്മളത് പിഴിഞ്ഞ് ആ ചണ്ടി ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അരച്ചെടുത്ത എല്ലാതും അങ്ങനെ ഇളക്കി കൊടുത്ത് ചണ്ടി പിഴിഞ്ഞെടുത്ത് ഒഴിവാക്കുക. അപ്പോൾ നമ്മളെ പൊടി മുഴുവൻ ആ വെള്ളത്തിലുണ്ടാവും. ചണ്ടി നമുക്ക് കളയുകയും ചെയ്യാം. അങ്ങനെ കേട്ടോ കൂവ ഞാൻ പൊടി ഉണ്ടാക്കൽ. ചിലർ മില്ലിൽ കൊണ്ടുപോകണവരുണ്ടാവും, അതുപോലെ ഉരലിൽ ഇടിച്ചിട്ട് ഉണ്ടാക്കണവരുണ്ടാവും. പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിടത്തോളം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് ചണ്ടിയൊക്കെ കളഞ്ഞ് ആ വെള്ളം നമ്മൾ പിറ്റേ ദിവസം ഞാനിപ്പോൾ ഇത് ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഈ വെള്ളം തെളിഞ്ഞിട്ട് കണ്ടോ, അടിയിൽ പൊടി ഊറി കിടക്കും. ആ വെള്ളം തെളിയുമ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിവാക്കിയിട്ട് ആ പൊടി എടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. അപ്പോൾ ആ പൊടി അടിയിൽ ഊറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു തോർത്തുണ്ടിലേക്ക് ആ പൊടി ഇട്ട് കൊടുക്കുക. തോർത്തുണ്ടിലേക്ക് ഈ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കണത് എന്തിനാന്ന് വെച്ചാൽ അതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെന്താണെന്നറിയോ, ആ ഈ തോർത്തുണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ ആ തോർത്തുണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ഉയരത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രം അതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്താൽ അതിലുള്ള വെള്ളം അങ്ങനെ ഒറ്റിക്കഴിയും. അപ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ നമ്മളെ കൂവപ്പൊടി നമുക്ക് കിട്ടും. പിന്നെ എന്തുള്ളൂ നമ്മൾ ചെയ്യേണ്ടോ, അങ്ങനെ തൂക്കിയിട്ടാൽ ഒറ്റിപ്പോയ വെള്ളമാണ് ആ പാത്രത്തിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പൊടി നന്നായിട്ട് വേഗം വെയിലത്ത് വെച്ചാൽ ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ. അതാ കണ്ടോ. ഇനി അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ പൊടി അങ്ങനെ ഉഷാറായി ഉണങ്ങി കിട്ടും. അങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുക. കൂവപ്പൊടി ഇനി ഞാൻ അങ്ങനെ പാത്രത്തിൽ പരത്തിയിട്ട് ഉണങ്ങാൻ വെക്കുകയാണ് കേട്ടോ. കട്ടയൊക്കെ ഉടച്ചിട്ട് വേണം വെക്കാൻ. അതാണ് കട്ട ഉടക്കുകയാണ്. നമ്മളെ പൊടി ഇതാ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെയിലത്ത് വെച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂവ ഉണ്ടാക്കാത്തോലും കൂവപ്പൊടി ഉണ്ടാക്കാത്തോലൊക്കെ ഉണ്ടാവൂട്ടില്ലേ. കൂവപ്പൊടി കായെടുത്ത് മേടിച്ചണോലുണ്ടാവും. അപ്പോൾ അതിനേക്കായൊക്കെ നല്ലത് നമുക്ക് ഇനി കൂവ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കടയിൽ നിന്ന് കൂവ വാങ്ങിയാൽ കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കണതാണ് ഏറ്റവും നല്ലത്. നമ്മൾ മേടിക്കണ പൊടിയൊക്കെ ഒറിജിനൽ പൊടിയാണോന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ കൂവപ്പൊടി കുറച്ച് വിരകട്ടെ. അപ്പോൾ ഇവിടെ കൂവപ്പൊടി വിരകിയത് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതിന് ശർക്കര ഉരുക്കിയെടുക്കണം. ചിലർ ഇത് വിരകുമ്പോൾ അങ്ങനെ ശർക്കര അങ്ങനെ അതിലിടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടുവെള്ളത്തേക്ക് പൊടി ഇടാൻ പറ്റില്ല. നമ്മൾ പൊടി ഇട്ടിട്ട് പച്ചവെള്ളം പാർന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ടേ നമുക്ക് അടുപ്പത്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേഗം കട്ട പിടിക്കും. ഇതങ്ങനെയാണ് ഈ പൊടി. അപ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയതും കൂടി പാർന്ന് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ തേങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഒരു ഉപ്പിൻ്റെ ഒരു നുള്ളിട്ട് കൊടുക്കുക. അങ്ങനെ അത് നമ്മൾ ഇളക്കൽ നിർത്താൻ പറ്റില്ല. അത് കുറുകി വരുവോളം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ കൂവ വിരകിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.